ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം എന്ന സ്ഥലത്തുള്ള ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാന്റെ സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഗോശാല കൃഷ്ണ ക്ഷേത്രം. കേരളത്തിലെ ആദ്യത്തെ ഗോശാല കൃഷ്ണ ക്ഷേത്രം ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് നടത്തിയ ദേവപ്രശ്നത്തിലാണ് ഉണ്ണിക്കണ്ണന് ചുറ്റും ഗോശാല വേണം എന്ന നിർദ്ദേശമുണ്ടായത്. 12 വയസ്സ് പ്രായമുള്ള ചമ്മട്ടിയേന്തിയ ഗോപാലകണ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉണ്ണിക്കണ്ണൻ്റെ സന്തത സഹചാരികളായ ഗോക്കളുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കണ്ണന് ചുറ്റും 4 ഗോശാലകളാണുള്ളത്. ഇവ പൂർണ്ണമായും കൃഷ്ണശിലയും തടിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 ഗോശാലകളിലായി 7 ഇനത്തിൽപ്പെട്ട നാടൻ ഗോക്കളെയാണ് ഇവിടെ കാണാൻ കഴിയുക. അതിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളായ പൂങ്കന്നൂരും ഏറ്റവും വലിയ ഭാരതീയ ഇനമായ കാങ്കറേജും ഉൾപ്പെടുന്നുണ്ട്. ഗീർ, കൃഷ്ണ, സഹിവാൾ, പൂങ്കന്നൂർ, കപില, വെച്ചൂർ, കാങ്കറേജ് തുടങ്ങിയ ഇനം പശുക്കളെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ വലതുവശത്തെ ഗോശാലയിൽ ഗീർ പശുക്കളായ പാർവതി, ലക്ഷ്മി, ഗൗരി എന്നിവർക്ക് പുറമെ പൗർണമി എന്ന കിടാവും ഉണ്ട്. കണ്ണൻ്റെ പിൻവശത്തെ ഗോശാലയിൽ സഹിവാൾ പശുക്കളായ ഗംഗയും കപില ഇനത്തിൽപ്പെട്ട അരുണിമയും അതിൻ്റെ കിടാവ് ഭാനുവും ഉണ്ട്. കണ്ണൻ്റെ ഇടതുവശത്തുള്ള ഗോശാലയിൽ കാങ്കറേജ് ഇനത്തിൽപ്പെട്ട ദുർഗയും കിടാവ് ശംഭുവുമാണുള്ളത്. കണ്ണൻ്റെ മുൻവശത്തുള്ള ഗോശാലയിൽ കൃഷ്ണയും പൂങ്കന്നൂരുമാണുള്ളത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തിലെ പശുക്കിടാങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് കൃഷ്ണ എന്ന ഇനത്തിലെ പശുവാണ്. ഉത്തര കർണാടകയാണ് ഇവരുടെ ദേശം. ഓഫ് വൈറ്റാണ് ഇവരുടെ നിറം. എല്ലാ കൃഷ്ണ പശുക്കളും ഈ കളറാണെന്നാണ് പറയുന്നത്. വളരെ ശാന്ത സ്വരൂപികളാണ് ഈ ഇനം നാടൻ പശുക്കൾ. ഇത് പൂങ്കന്നൂരാണ്. ചിറ്റൂരാണ് ഇവരുടെ ദേശം. ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളിൽ പെടുന്ന ഒന്നാണിവർ. തിരുപ്പതി ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് പൂങ്കന്നൂരിൻ്റെ പാലുകൊണ്ടാണ്. ഇത് കപില എന്ന ഇനത്തിൽപ്പെട്ട നാടൻ പശുവാണ്. ഇതിൻ്റെ ജന്മത്തിൻ്റെ വിശേഷം കൊണ്ടാണ് ഇതിന് കപില എന്ന് പറയുന്നത്. സ്കിൻ കളറാണ് ഇതിൻ്റെ സവിശേഷത. കണ്ണിനും മൂക്കിനും എല്ലാം ഇതേ സ്കിൻ കളർ തന്നെയാണ്. രക്തപിങ്കാക്ഷി എന്ന കപില ഇനമാണിത്. ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലുമാണ് സാധാരണ കപിലയെ വളർത്താറുള്ളത്. നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു പശുവാണിത്. 100 പശുക്കളിലൊന്ന് നാടൻ കപിലയും 1000 പശുക്കളിലൊന്ന് സ്വർണ്ണ കപിലയുമാണെന്നാണ് പറയുന്നത്. സഹിവാൾ എന്ന പശുവാണിത്. പഞ്ചാബ്, പാകിസ്ഥാൻ ബോർഡറാണ് ഈ സഹിവാളുടെ ദേശം. സാധാരണ മരുപ്രദേശങ്ങളിലാണ് ഇവരെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളവും ഭക്ഷണവും വളരെ കുറച്ചു മതി. അധികം പാലൊന്നും ഇവരിൽ നിന്നും കിട്ടില്ല. ഇത് ഗീർ പശുവാണ്. ഗുജറാത്തിലെ ഗീർ പ്രദേശമാണ് ഇവരുടെ ജന്മദേശം. ഏറ്റവും കൂടുതൽ പാലുള്ള നാടൻ ഇനമാണിത്. വളരെ സാധുക്കളാണിവർ. നന്നായിട്ടിണങ്ങി നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പശുക്കളാണിവർ. ഇത് ലക്ഷ്മി. ഇവളെയും അവളുടെ കുട്ടിയെയുമാണ് ക്ഷേത്രത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു പശുവിനെ മാത്രമാണ് ക്ഷേത്രം പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഭക്തർ നേർച്ചയായി സമർപ്പിച്ച പശുക്കളാണ്. നാടൻ പശുക്കളിൽ ഏറ്റവും ആകാര വലിപ്പമുള്ള ഗണത്തിൽപ്പെട്ട പശുവാണ് കാങ്കറേജ്. രാജസ്ഥാനിലെ കച്ച് മേഖലയാണ് ഇവരുടെ സ്വന്തം ദേശം. വലിയ കൊമ്പുകളാണ് ഇക്കൂട്ടർക്ക്. ഇവളുടെ മകളാണ് ശംഭു. ഈ ക്ഷേത്രത്തിലെ പൂജാദ്രവ്യങ്ങളെല്ലാം തന്നെ യാതൊരു കലർപ്പും ഇല്ലാത്ത ശുദ്ധമായ ദ്രവ്യങ്ങൾ കൊണ്ടാണ് പൂജകളെല്ലാം നടത്തുന്നത്. അത് ചന്ദനമായാലും ഭസ്മമായാലും എല്ലാം പവിത്രതയോടെ ഉണ്ടാക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു.